മൈ ഡിയർ ക്ലാസ് 9 ഫാമിലി മക്കളെ, ഇന്ന് സാർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ചാപ്റ്ററിലെ കുഞ്ഞൊരു ടോപ്പിക്കുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ജനസംഖ്യയിലെ കുറേ മാറ്റങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഡെമോഗ്രഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കുറഞ്ഞ നിമിഷം കൊണ്ട് ഈ വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സാർ അത് പറഞ്ഞു തരാൻ പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ മക്കളെ, എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഡെമോഗ്രഫി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ സാർ പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇരുന്ന് കണ്ടോളൂ. ഇതാണ് ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിങ്ങളുടെ മുന്നിലേക്ക് 2 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നിങ്ങൾ ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത്. എന്താണ് പോപ്പുലേഷൻ എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെഫിനിഷൻ, അതിൻ്റെ എന്താണ് പോപ്പുലേഷൻ ചോദിച്ചാൽ, എന്താണ് ജനസംഖ്യ എന്ന് ചോദിച്ചാൽ നമ്മളെ ഏത് ഉറക്കത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം? പോപ്പുലേഷൻ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക എന്ത്? നിങ്ങളുടെ വീട് ഓർമ്മ വരിക. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളെ നിങ്ങൾ വീട്ടിലെ ജനസംഖ്യയായിട്ട് കണക്കാക്കുന്നു. വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ വീട്ടിലെ 3 ആണ് ജനസംഖ്യ. വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ വീട്ടിൽ 5 ആണ് ജനസംഖ്യ. വീട്ടിൽ 50 പേരുണ്ടെങ്കിൽ 50 ആണ് ജനസംഖ്യ. ഇൻ ദ സെയിം വേ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് വിളിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ദ പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്, അല്ലെങ്കിൽ ഗിവൻ പീരീഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന മൊത്തം ആളുകളുടെ എണ്ണമാണ് ജനസംഖ്യ. നമ്മൾ കണക്ക് പറയുമ്പോൾ ഇന്ത്യയുടെ കേസ് പറയും. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പോപ്പുലേഷനെ കുറിച്ച് അറിയുന്ന സമയത്ത്, പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ഇതാ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇവിടെ പഠിച്ചു വെക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങളോട് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ പ്രോബ്ലംസ്? എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ, ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ, കുത്തനെ എന്ന് പറഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട പോവർട്ടി, ദാരിദ്ര്യം അല്ലേ? സാധനങ്ങൾ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല, എന്തുണ്ടാവും? പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിന്റെ ഫലമാണ് ഈ പറഞ്ഞിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം? പൈസ ഇല്ലായ്മയാണ്. പൈസ ഇല്ലാത്ത പ്രശ്നമാണ്. അപ്പൊ പൈസ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് പണിയെടുക്കണം, പണിയെടുത്ത പൈസ കിട്ടും. പണി ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിലോ അവിടെ നമുക്ക് പൈസ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഇത് അൾട്ടിമേറ്റ്ലി എങ്ങോട്ട് നയിക്കും? പോവർട്ടിയിലേക്ക് നയിക്കും. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിലില്ലായ്മ ഒരു റീസൺ ആണ്. പോപ്പുലേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട, ഇപ്പൊ ഉദാഹരണത്തിന് മക്കളെ, ഒരു ജോലി ഒരു വേക്കൻസി ഉള്ളൂന്നിരിക്കാം. അവിടെ 10 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. ആ വേക്കൻസിക്ക് വേണ്ടി പോരാടുന്നത് ഒരാൾക്ക് ആ വേക്കൻസി കിട്ടുള്ളൂ. ബാക്കി 9 പേരും എന്താവും? തൊഴിലില്ലാത്തവരായിട്ട് മാറും. അപ്പൊ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ 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 സങ്കീർണമായിട്ട് ഒരു കണ്ടീഷനാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കാണാൻ പോകുന്നതാണ് സ്റ്റാർവേഷൻ. സാർ എപ്പോഴും പറയും ഇത് സ്റ്റാർ അല്ല. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, സ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയില്ല. ഇത് ആ സ്റ്റാർ അല്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണിയാണ്. പട്ടിണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ പട്ടിണിയും ദാരിദ്ര്യം ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. പട്ടിണിയും ദാരിദ്ര്യം ഡിഫറൻറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള പോവർട്ടി, ദാരിദ്ര്യത്തിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഫുഡ് കിട്ടും, വെള്ളം കിട്ടുമായിരിക്കും. പക്ഷേ പട്ടിണിയാകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു വറ്റോ ഒരു ചോറോ ഒരു തുള്ളി വെള്ളമോ കിട്ടാത്തൊരവസ്ഥയാണ്. കുറച്ച് ദിവസങ്ങളിലേക്ക്, ഒരാഴ്ചയാവും അത്. ഓക്കെ, മനുഷ്യൻ മരിച്ചു പോകുന്നവരെ കണ്ടുള്ള കണ്ടീഷൻ ആവാം. അപ്പോൾ ഈ പട്ടിണി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫലങ്ങളാണ്? ഈ പറഞ്ഞിട്ടുള്ള പോവർട്ടിയുടെയും അൺഎംപ്ലോയ്മെന്റിന്റെ അറ്റ്മോസ്റ്റ് ഏറ്റവും പീക്കിലുള്ള സാധനം എന്ന് പറയും. അപ്പൊ നോക്കിയ മക്കളെ, ഈ പറഞ്ഞ പോവർട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർവേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ അനന്തര ഫലങ്ങൾ, എന്തിന്റെ ആഫ്റ്റർ എഫക്ട്സാ? ഈ പറഞ്ഞിട്ടുള്ള ജനസംഖ്യ കൂടുന്നത് കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സാ, അത് കഴിഞ്ഞുള്ള പ്രത്യാഘാതങ്ങളാണെന്ന് പറയും അല്ലേ. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, വേറൊന്നുമില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യം വികസിക്കില്ല? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രശ്നമാണ്. അപ്പോൾ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നതാണ് ഈ പറഞ്ഞ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ജനസംഖ്യയുണ്ട്. പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന ജനസംഖ്യ പഠനമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡെമോഗ്രഫി. നമ്മുടെ ചാപ്റ്റർ എന്താ? ഡെമോഗ്രഫിക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് ജനസംഖ്യയിലെ മാറ്റങ്ങൾ, മാറുന്ന പ്രവണതകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ അത് ജനസംഖ്യ പഠനം, ജനങ്ങളെ പറ്റിയിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നത് എന്നൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി മക്കളെ. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വേണ്ട ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഡെമോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരത് പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഈ പറഞ്ഞ ഡെമോഗ്രഫി അനലൈസ് ചെയ്യുന്ന, ജനസംഖ്യ അനലൈസ് ചെയ്യുന്നവരെ പഠിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് സാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു ഫാക്ടേഴ്സ് ഉണ്ട്.
എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലെ. ഇതെന്താന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാൻ മക്കളെ. ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, എന്താ പറഞ്ഞു വെക്കുന്നത്? ജനനം, മരണം, കുടിയേറ്റം. ഇത് ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാർ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ ആകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നോക്കിയ മക്കളെ, വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ എസ് ആർ എന്നൊന്ന് കമന്റ് ചെയ്യണേ. വേണമെന്നുള്ളവർ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വേണമെന്നുള്ളവർ എസ് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് ഹാർട്ടോ ഒരു ഫയറോ ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, സാറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോക്കിയ മക്കളെ, ബർത്തും ഡെത്ത് മൈഗ്രേഷൻ. ജനനം ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഫാക്ടറാണ്. ജനനം കൂടുമ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ പോപ്പുലേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ മരണം സംഭവിക്കുമ്പോഴും മരണം കൂടുമ്പോഴും ജനസംഖ്യയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ ജനസംഖ്യ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ മക്കളെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്കിത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സിൽ വരാൻ പോകുന്നത്. ഇത് മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സിലുള്ള വീഡിയോസും സാർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ മക്കൾ ജസ്റ്റ് എസ് ആർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. എത്രത്തോളം കമന്റ് വരുന്നോ അത്രത്തോളം സാറിന് മനസ്സിൽ നിങ്ങൾക്ക് അത് വേണം എന്നുള്ളത്. ഓക്കെ, 10 ഉള്ളൂ, വേറെ ഒന്നും ഈ ഭാഗത്ത് നോക്കാനില്ല. അപ്പോൾ പോപ്പുലേഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞു, പോപ്പുലേഷൻ കൂടിയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, കൃത്യമായിട്ട് നമ്മൾ കണ്ട് എന്താണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പോപ്പുലേഷൻ കൂടെ നമ്മൾ പഠിച്ചു. പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാഖയാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്നും കൂടെ പഠിച്ചു വെച്ചു. കഴിഞ്ഞു. ഈ ഭാഗം നമ്മൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 2-3 മാർക്ക് ഈ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. സെറ്റായിട്ട് പഠിക്കാൻ മക്കളെ. ഹാപ്പി ലേണിംഗ്. വേണ്ടവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ എസ് ആർ എന്ന് പറയാം. നമുക്ക് സെറ്റാക്കാം.